നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രംഗം താരങ്ങൾ പുളിഞ്ഞാലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ബഹളമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അത് ഒരു ഭാഗത്ത് AP ആണെന്നും ഒരു ഭാഗത്ത് EK സുന്നിയാണെന്നും മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലുള്ള പള്ളിയാണെന്നും അപ്പുറത്ത് AP-ക്കാർ വേറെ പള്ളി കയറ്റി, ഇതൊക്കെ ചർച്ചകളിലും കമൻറ്റുകളിലൊക്കെ കാണാണ്ട്. പക്ഷേ ഈ രംഗം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും കഴിയാത്തൊരു കാര്യമാണ്. കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി ആ കുടുംബത്തിൻ്റെ ഒരു വേദന. ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതൃത്വമേ, ഇതിന് നിങ്ങൾ ശക്തമായ രീതിയിലൊന്ന് ഇടപെടൽ നടത്തണം. ഇത്തരക്കാർക്കെതിരെ നിങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്ലാമിൻ്റെ വിവക്ഷ പറഞ്ഞു കൊടുത്ത് നോക്കൂ. നമുക്കറിയാലോ, മയ്യത്ത് വീട്ടിൽ നിന്നിങ്ങനെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട്. വരുന്ന അവിടുത്തെ കാളി ഉറക്കനെ വിളിച്ച് പറയും, ഈ മയ്യത്ത് എന്തെങ്കിലും വാക്ക് കൊണ്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാനോ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിലൊക്കെ പുറത്ത് മാഫാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി, യാസീൻ ഓതി ആ മയ്യത്തിന് വേണ്ടി ദ്വയർന്ന്, ആ കുടുംബത്തിന് വേണ്ടി ദ്വയർന്നൊക്കെ എടുക്കുന്ന അത്തരം സിസ്റ്റമുള്ള നമ്മളെ ഈ നാട്ടിൽ ആലോചിച്ച് നോക്കി. ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും എന്താണ് ഈ അവസ്ഥ എന്നുള്ളത് സങ്കടകരമാണ്. എത്രമേലാണ് സംഘടന തലീക്കയറിയിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പല ആളുകളും പറയുന്നുണ്ട് ഓരോ പള്ളിക്കും ഓരോ റൂൾസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മയ്യത്ത് അവിടെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗം നിന്ന് അലമുറയിട്ട് സംഘടനയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആളുകളെ കാണുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എത്രയോ മഹത്തരമായ ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമൊക്കെ കൃത്യമായി പറഞ്ഞവർ ആ മയ്യത്തിനോട് പോലും ഒരു ആദരവ് കാണിക്കണില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചു പോവുകയാണ്. ഇതിനൊക്കെ അള്ളാൻ്റെ മുമ്പിൽ നല്ലോണം സമാധാനം പറയേണ്ടി വരും. കൊടും ക്രൂരതയാണ് ഈ ചെയ്യുന്നത്. ഒരു മരിച്ച മയ്യത്ത് ആലോചിച്ച് നോക്കൂ, അവിടെ മറവ് ചെയ്യാതെ അവിടെ ആ മയ്യത്ത് ഇട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? മണക്കും. നേരത്തോട് നേരം കൂടുമ്പോൾ അത് സ്മെല്ലടിക്കൽ തുടങ്ങും. സംസ്കരിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചു തന്നു വളരെ മാന്യമായി സംസ്കരിക്കുക. ആ സംസ്കരിക്കേണ്ട കുഴിയുടെ ആഴവും നീളവും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അതിൽ നമ്മൾ മയ്യത്തിനെ കാണുമ്പോൾ പോലും ഒരു അഹങ്കാരം. അപ്പം നമ്മളൊരു മയ്യത്തിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇത്രയേ ഉള്ളൂ മനുഷ്യനിലെ, എന്തിനാണ് ഈ ലോകത്ത് നമ്മളൊക്കെ അഹങ്കരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് മയ്യത്ത് കാണുമ്പോൾ, ഖബർസ്ഥാനിൽ പോകുമ്പോൾ, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ അത്തരം കാര്യങ്ങളാണ് വരിക. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. പഠിച്ചതും അങ്ങനെ തന്നെയാണ്, ഉൾക്കൊണ്ടതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏതൊക്കെ സംഘടനകളിലും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ പ്രവർത്തിച്ചാലും നമ്മളെ മനസ്സിലൊന്നും മരിച്ച ഒരു മയ്യത്തിനോട് നമ്മളൊരിക്കലും അനാദരവ് കാണിക്കാതെ അത് വളരെ ഭംഗിയായി സംസ്കരിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ച ആ ദിശാബോധം നൽകിയ ഒരു പ്രത്യയശാസ്ത്രം, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളിൽ നിന്ന് കടിപിടി കൂടുന്നത് കാണുമ്പോൾ ശരിക്കും ആ നാട്ടിലുള്ള ആളുകൾ സജ്ജരാകണം എന്നുള്ളതാണ്. അത്തരക്കാർക്കെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരണം എന്നുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതാണ് ഞാൻ പണ്ഡിതന്മാരോട്, പ്രത്യേകിച്ച് ഇന്നത്തെ മുസ്ലിം നേതൃത്വങ്ങളോട് ഐക്യകണ്ഠേന ഇതിന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ മാസം ഇതേപോലെ ഈ പറയപ്പെട്ട സ്ഥലത്താണെന്ന് തോന്നുന്നു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും കണ്ടിരുന്നു, ഇപ്പോൾ അധികം കാണാറില്ല. പള്ളിയുടെ മുമ്പിൽ SSFകാരൻ്റെ പള്ളിയുടെ മുമ്പിൽ
SKSSFകാരൻ ബോർഡ് വെച്ചാലും SKSSFിൻ്റെ പള്ളിയുടെ മുമ്പിൽ SSFിൻ്റെ ബോർഡ് വന്നാലും ഒക്കെ തല്ലുകൂടിയിരുന്നൊരു കാലുണ്ടായിരുന്നു. കലണ്ടർ തൂക്കിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മിമ്പറിൽ പിന്നെ തങ്ങളുടെ സംഘടനക്കാരനല്ലാത്ത കാളി വന്നതിൻ്റെ പേരിലൊക്കെ തല്ലും പിടിയും കച്ചറയുമായിട്ട് എന്താ പറയുക അങ്ങേയറ്റം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത എന്താ വെച്ചാൽ ഒരു ലഹരിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്ററല്ല, ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും SSFകാരനും SKSSFകാരനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടാവുക. നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള അത്തരം വചനങ്ങൾ എഴുതാനും അത്തരം പരിപാടികളെക്കുറിച്ചും പറയാനൊക്കെ ആയിരിക്കും ഇവർ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ പേരിൽ തല്ലുകൂടിയിട്ടുണ്ട്. വിഷയം സംഘടനയാണ്. അങ്ങനെ പോയി ഇപ്പോൾ എവിടെ എത്തി? മയ്യത്ത് മറവ് ചെയ്യുന്ന വിഷയത്തിൽ പോലും ആ മയ്യത്തിനെ അവിടെ നിർത്തിയിട്ട് തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് ഇസ്ലാമിനെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്താനും എങ്ങനെയൊക്കെ ആ ആശയത്തെ തല്ലിക്കെടുത്താൻ പറ്റുമോ എന്ന് തക്കം പാർത്തിരിക്കുന്ന അത്തരം ആളുകളിൽ നിന്ന് പലതും പല രീതിയിലും വന്നുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സാഹചര്യത്തെ പോലും മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സങ്കടകരമാണ് ഈ വിഷയം. ഇത് അവിടുത്തെ ആളുകളുടെ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവരെയൊക്കെ വിളിച്ചു കൂട്ടി അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീത് കൊടുക്കാൻ അവിടുത്തെ നിഷ്പക്ഷരായ ദീനിനെ സ്നേഹിക്കുന്ന ദീനീ സ്നേഹികൾ, ഇവിടെ അതാണ് എനിക്ക് ഉപയോഗിക്കാം, ദീനീ സ്നേഹികൾ രംഗത്ത് വരണം. അതിനെത്ര കൈപ്പേറിയ അനുഭവം ഉണ്ടായാൽ പോലും ശക്തമായ നിലപാടോടുകൂടി അത്തരക്കാരെ നിലക്ക് നിർത്താൻ നിങ്ങൾ തയ്യാറാകാതെ നിയമപരമായിട്ടും ജനകീയപരമായിട്ടും അതിനെ തടയിടേണ്ടത് അവിടുത്തെ നാട്ടുകാരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് 1 2 തവണയല്ല, ഇത് ആവർത്തിച്ചുകൊണ്ട് ഒരു മരിച്ച മയ്യത്തിനെ വെച്ചുകൊണ്ട് ഇവർ ഈ കളിക്കുന്ന കളി ഉണ്ടല്ലോ, അത് ആര് ചെയ്താലും അതിനോട് ഒരിക്കലും സമരസപ്പെടരുത്. അതിനൊരിക്കലും ന്യായീകരണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടോ, പള്ളിക്ക് ആ റൂളുണ്ട്, ഈ പള്ളിക്ക് ഈ റൂളുണ്ട്, മറ്റേ റൂളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ ഈ റൂള് വരുന്നത് സങ്കുചിതത്വം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മുജാഹിദ് പള്ളികളുണ്ട്, ഖബർസ്ഥാൻ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടമാടുമ്പോൾ എന്താ ഈ പുളിഞ്ഞാലിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് എന്ന് അത് പഠിക്കേണ്ടതാണ്. അതിൻ്റെ സങ്കുചിതത്വം, സംഘടന തലിപ്പ് കയറിയ ആ വിഷയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പഠിച്ചവരെ മനസ്സിലാക്കി താക്കീത് ചെയ്ത് നിലക്ക് നിർത്തേണ്ടവരെ നിലക്ക് നിർത്തിയിട്ട് വേണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനെന്നുള്ളത് വളരെ ഗൗരവമായി നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഇത് കണ്ടപ്പോൾ ഇതൊരു 2 ആളുകൾ എനിക്ക് അയച്ചു തന്നു. മാത്രമല്ല ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ഈ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രംഗം കണ്ടിട്ട് ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയണമെന്നല്ല. എന്ത് തന്നെയാണെങ്കിലും ആ മരിച്ച മയ്യത്തിനോട് കാണിക്കുന്ന അദബുകേടും ആ ക്രൂരതയും കണ്ടിട്ട് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ എത്രയോ ഉത്ബോധനം നൽകി, എത്രയോ വയലുകൾ കേട്ട്, പ്രഭാഷണങ്ങൾ കേട്ട്, എത്രമേൽ വളരെ മോശപ്പെട്ട് ഈ ദുനിയാവിൽ ജീവിച്ച ആളാണെങ്കിൽ പോലും വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ വന്ന് മയ്യത്ത് മുന്നിൽ വെച്ച് പറയുന്ന ആ സംസ്കാരമുള്ള ആ വിട്ടുവീഴ്ചയുടെ മതക്കാരായ നമ്മൾ അങ്ങേയറ്റത്തെ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും പുറത്തു കൊടുക്കലിൻ്റെയും ഒക്കെ ആളുകളായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആ പ്രത്യയശാസ്ത്രത്തെ, ആ ദിശാബോധത്തെ പഠിച്ച ആൾക്കാരാണല്ലോ ഈ കോലത്തിൽ നിന്ന് തല്ലണത് എന്ന് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഏതായാലും ആ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിഷ്പക്ഷമായി നിൽക്കുന്ന ആ നാട്ടുകാരോട് പറയാനുള്ളത്, ഇനി ഇത് ആവർത്തിക്കരുത്. അത് ആവർത്തിച്ചാൽ അത് എന്നേക്കും അവർക്ക് ആവർത്തിക്കുന്നവർക്കുള്ളൊരു പാഠമായിട്ട് അത് അവിടെ വരണം. അതിലൂടെ ഒരു സമാധാനം അവിടെ പുലരണം. അത്തരം കാര്യങ്ങൾ ഇനി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാലും അത്തരം ഒരു ദുരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിന് നിയമ സംവിധാനങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി അത്തരം കാര്യങ്ങളിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജനകീയ പ്രതിഷേധം അവിടെ തീർക്കേണ്ടതുണ്ട്. അത് നിലക്ക് നിർത്തേണ്ടതുണ്ട്. അത് ദീനി സ്നേഹികളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ അഭിപ്രായമാണ്. അത് ഞാൻ നിങ്ങളോട് പച്ചക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.